PC ചാക്കോയായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? NCP-യിലുള്ള പുള്ളിയാണ് എന്നെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നത്. പൊതുപ്രവർത്തകനായിരുന്ന റീച്ചറിയനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു. പപ്പായായിരുന്നു ശരിയെന്ന്. ആ ഒരു രീതിയിൽ ഒരു പൊതുപ്രവർത്തനത്തിന് PC ചാക്കോ വിളിച്ചു, നമ്മളിറങ്ങി. NCP-യുമായിട്ടുള്ള ഒരു അകൽച്ച പിന്നെ എങ്ങനെയായിരുന്നു? കുട്ടനാട്ടിൽ കയറിപ്പോരുത്, കുട്ടനാട്ടിൽ കയറുന്നത് ഞാൻ സമ്മതിക്കത്തില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ തമ്മിൽ അകൽച്ചയും പ്രശ്നങ്ങളും ഉണ്ടായി. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യക്തി PC ചാക്കോ തന്നെയായിരുന്നു. ആ വ്യക്തി എന്താണെന്നുള്ളതല്ല, എടാ നീ കാശുണ്ടാക്കൊണ്ട് വന്ന് ഞങ്ങളുടെ തന്നാൽ മതി, ഞങ്ങൾ ചെയ്തോളാം പൊതുപ്രവർത്തനം, ഞങ്ങൾ ചെയ്തോളാം ചാരിറ്റി, പിന്നെ നീ പൊതുപ്രവർത്തനോ ജനപ്രതിനിധി ആവനോ ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ ശരിയാക്കി തരും, തീർത്തു തരും. ഇതൊരു രീതിയുണ്ട്. തോമസ് ചാണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ച വ്യക്തിയാണ്. ഇത് ഒന്നും ചെയ്തിട്ടില്ല, ശരിയാണ്. പക്ഷെ എല്ലാവരും അതുകൂട്ടാണ്. PC ചാക്കോയായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു NCP-യിലുള്ള സമയത്ത്? എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു CPM-ന്റെ എൻ്റെ നാട്ടിലെ എല്ലാമായിരുന്നു. എല്ലാം ഒരു ഒന്നുമില്ലെങ്കിലും അതിനുവേണ്ടി ഇറങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അപ്പൻ. അങ്ങനെ ഒരു കുടുംബമാണ്, ഇടതുപക്ഷ ചിന്താഗതി. ഞാൻ കഴിഞ്ഞ NCP വരുന്നതും ഞാനൊരു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്തൊക്കെ എനിക്ക് ഒന്നുമില്ലായ്മേന് ശേഷം ഞാൻ എന്തെങ്കിലും സമ്പാദിച്ചതിന് ശേഷം പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഇടതുപക്ഷ പാർട്ടികളൊക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് PC ചാക്കോ എന്നാൽ പിന്നെ എന്തുകൊണ്ടൊന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൂടാ, നല്ല കാര്യങ്ങൾ ചെയ്യാനെന്ന് പറഞ്ഞ് പുള്ളിയാണ് എന്നെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നത്. പൊതുപ്രവർത്തകനായിരുന്ന റീച്ചറിയനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു. കാരണം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തിരിച്ചു കൊണ്ടുപോകാനൊന്നുമില്ല. എൻ്റെ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ, ഈ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ അപ്പനോട് പറയുന്നത് എന്തിനാ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുമായിരുന്നു. ഇപ്പം എൻ്റെ മക്കൾ എന്നോട് ചോദിക്കുന്നു, എന്തിനാ ഈ രാവിലെ മുതൽ ഇങ്ങനെ കിടന്ന് ഓടുന്നേ, സ്വന്തം കാര്യം നോക്കി നടന്നാൽ പോരായെന്ന് ചോദിക്കും. പക്ഷേ നമ്മളൊരു ദിവസം ദൈവം നമ്മളെ തിരിച്ചു പിടിക്കുമല്ലോ. അന്ന് നമ്മൾ ചെയ്ത നന്മ അറിയുന്ന ആ ദിവസമല്ലേ. തീർച്ചയായിട്ടും അവിടെ വന്ന് കൂടുന്നവരെ കൂടെ അല്ലേ നമ്മൾ അറിയുന്നത്. ഒരു പറ്റം ജനങ്ങൾ നമുക്ക് വേണ്ടി വന്നിരിക്കുമ്പം അന്ന് എൻ്റെ മൗനും പറയും പപ്പായായിരുന്നു ശരിയെന്ന്, അല്ലേ. ആ ഒരു രീതിയിൽ ഒരു പൊതുപ്രവർത്തനത്തിന് PC ചാക്കോ വിളിച്ചു, നമ്മളിറങ്ങി. നമുക്കൊന്നും കൊണ്ടുപോകാനില്ല, ഒന്നും ഇതിൽ നിന്ന് സമ്പാദിക്കാനില്ല. NCP-യുമായിട്ടുള്ള ഒരു അകൽച്ച പിന്നെ എങ്ങനെയായിരുന്നു? എൻ്റെ ഒരു ഹോട്ടലിൽ 280 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ കുറേ പേര് കുട്ടനാടുകാരാണ്. അങ്ങനെ നമ്മൾ കുട്ടനാട്ടിലോട്ട് ഇറങ്ങിച്ചെന്ന് 2012 വെള്ളപ്പൊക്കത്തിലൊക്കെ ഈ ക്യാമ്പുകൾ സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടായി. അപ്പം മനസ്സിൽ തോന്നി, ഞാൻ അതിനുശേഷം ദുബായിൽ തന്നെ ഒരു പരിപാടിയിൽ ഏതെങ്കിലും സന്നദ്ധസംഘടന വിളിച്ചാൽ ഞാൻ അവരുടെ പ്രസംഗിക്കുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നാടിന് വേണ്ടി എവിടെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എന്നോട് പറയണം, ഞാൻ സ്ഥലം കാണിച്ചു തരാം, നിങ്ങൾ നേരിട്ട് വന്ന് കാണണം അവരെ, എന്നിട്ട് നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നൊരു ഇത് എനിക്ക് അന്ന് മൂലമുണ്ടായി. 2012 ഞാൻ തോമസ് കെ തോമസിൻ്റെയും PC ചാക്കോയുടെയും ഒക്കെ കൂടെ നിൽക്കുമ്പോൾ. പക്ഷേ അതിനുശേഷം ഞാൻ കുട്ടനാട്ടിൽ ഇറങ്ങുമ്പോൾ തോമസ് കെ തോമസ് പറയും, കുട്ടനാട്ടിൽ കയറിപ്പോരുത്, കുട്ടനാട്ടിൽ കയറുന്നത് ഞാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ അകൽച്ചയും പ്രശ്നങ്ങളും ഉണ്ടായി. PC ചാക്കോ ഈ പറയുന്ന കൊണ്ട് എന്നെ ദേശീയ പ്രവർത്തക സമിതി അംഗം ആക്കാൻ പവാറിന് എൻ്റെ പേപ്പർ അയച്ചപ്പം പുള്ളി അത് കണ്ടിട്ട് എൻ്റെ പ്രവർത്തനം കണ്ട് നേരിട്ട് എന്നെ ആക്കിയതാണ്. അല്ലാതെ ഒരു ഇതുകൊണ്ടല്ല. അത് കഴിഞ്ഞപ്പം MLA തോമസ് കെ തോമസ് നേരെ ഡൽഹി പോവുക, സ്ഥിരം ഡൽഹി പോവുക എനിക്കെതിരെ. അപ്പം ഞാൻ പിന്നെ വിചാരിച്ച എന്താണ്, എടാ ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ കുട്ടനാട്ടിൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇവരിങ്ങനെ നിന്നിട്ട് ഇവരുടെ കൂടെ നിന്ന് ഞാൻ ജനങ്ങളുടെ പ്രാക്കും ചീത്തയും കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അന്നേരമാണ് എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരോടും പറഞ്ഞ്, അച്ഛൻ എന്തിനാ ഇത് നിൽക്കുന്ന ഒക്കെ ഇതിൽ നിന്ന് പോയി വേറെ വല്ലതും നോക്കാൻ പോയി. അങ്ങനെയാണ് കേരള കോൺഗ്രസ് PJ ജോസഫ് സാറിനെ കാണുന്നതും സാറിൻ്റെ പാർട്ടി ചേരുന്നതും. അതിനു മുമ്പൊക്കെ ഒത്തിരി പ്രപ്പോസൽ വന്നു, ചിലപ്പോൾ സിപിക്കും അറിയാമായിരിക്കും. അതിനൊന്നും നമ്മൾ പൊതുപ്രവർത്തനം എന്നുള്ള അല്ലാതെ അങ്ങനെയൊക്കെ വന്ന് ഇവിടെ എത്തി എന്നുള്ള. കാരണം NCP-ന്ന് കാരണം പിന്നെ ഈ പറഞ്ഞുകൊണ്ട് കള്ളക്കേസ് കൊടുത്തു. നമുക്കൊക്കെ ഇപ്പം മുമ്പേ പറഞ്ഞുകൊണ്ട് ഞാൻ MLA വധിക്കാൻ ശ്രമിച്ചു. താഴേക്കിടെയുള്ള ആൾക്കാർ നോക്കുമ്പോൾ ഇത് ശരിയാണോ അല്ല, ആ കേസ് പോലീസ് പോലും എടുത്തില്ലാതിരിക്കുന്നു. മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുത്തിരുന്നത്, അതിന് കഴമ്പില്ല എന്നുള്ളൊരു ഇത് വന്നിരുന്നു. അതെ, പക്ഷെ ഒരു വില്ലനായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. വില്ലനായിട്ട് എന്നെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, അത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നമ്മൾ തന്നെ സ്വയം അങ്ങ് മാറി. കാരണം അതിനകത്ത് നിന്നിട്ട് നമ്മൾ എവിടെങ്കിലും ചെന്നിലുമ്പോൾ ഒരു MLA-യുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്തവരെ പറ്റി നമ്മൾ മറുപടി കൊടുക്കണ്ടേ. NCP-യുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പാരവെപ്പ്,
പിന്നെ AK ശശീന്ദ്രനെ പോലുള്ള ആളുകളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നില്ല, കാരണം അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അറിയാം. അപ്പൊ ഇവരൊക്കെ ആയിട്ട് എങ്ങനെ സഹകരിച്ച് പോകാനും പറ്റി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യക്തി ബിസി ചാക്കോ തന്നെയായിരുന്നു. കാരണം ഞാൻ വന്നു, നമുക്കറിയാമല്ലോ, നമ്മളിപ്പം ആ വ്യക്തി എന്താണെന്നുള്ളതല്ല, ആ വ്യക്തി എന്നെ എങ്ങനെ കാണുന്നു എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ പോരെ. തീർച്ചയായും നമ്മുടെ പൊതുപ്രവർത്തനത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ആ വ്യക്തി ഇന്നലെ പലതും ആൾക്കാർ എന്തും പറയും, പക്ഷെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഒരിഷ്ടം തോന്നി. അല്ല ഞാൻ ഈ ശശീന്ദ്രനുമായിട്ടോ തോമസുമായിട്ടോ നേരിട്ട് അങ്ങനെയുള്ളൊരു വലിയൊരു ബന്ധമൊന്നുമില്ല. പിന്നെ ഈ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം തോമാച്ച ഞാൻ വരുന്നേ എന്ന് പറഞ്ഞിട്ട് വന്നപ്പം പുള്ളി നമ്മളിങ്ങനെ വെറും ഒരു വ്യവസായിയായിട്ട് ഇങ്ങനെ നടക്കുമെന്നൊക്കെ പുള്ളി ചിന്തിച്ചു. പക്ഷെ നമ്മളിറങ്ങി കഷ്ടപ്പാട് കാണുമ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്നത് ഓലമേഞ്ഞ വീടിൽ നിന്നും, അല്ല ഓലമേഞ്ഞ വീട്ടിലൊക്കെ ഞാനും കിടന്നിട്ടുണ്ട്, തരപ്പായ കിടന്ന വ്യക്തിയെ. നമ്മൾ അങ്ങനെ വന്നപ്പം നമുക്ക് ഇപ്പം അങ്ങനെ വന്ന വ്യക്തികൾ നിങ്ങളാണെങ്കിലും നമ്മളെല്ലാം ഒരു ഇടത്തിൽ നിന്നൊരു പ്രയാസം കാണുമ്പം നമുക്കത് മനസ്സിലാവും. ഇട്ടേച്ച് പോരാൻ പറ്റുമോ? എന്തെങ്കിലും നമുക്ക് ദൈവം എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചെയ്യാതിരിച്ചു വരാൻ പറ്റുമോ? അപ്പം അത് ചെയ്യുമ്പം വേറെ രീതി ആരെങ്കിലും ചിത്രീകരിക്കുവാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വമല്ല അത്. അങ്ങനെ തോമസ് ചിത്രീകരിക്കാൻ തുടങ്ങി. തോമസിനെ വെട്ടിയിട്ട് അവിടെ ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇതൊക്കെ അപ്പം പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം സിമി, നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകർക്ക് ഇപ്പോൾ അധികാരം ആരായാലും ഇവിടുത്തെ പൊതുപ്രവർത്തനം നടക്കുന്ന, രാഷ്ട്രീയത്തിൽ നടക്കുന്ന, പൊളിറ്റിക്സിൽ നടക്കുന്ന ആൾക്കാർക്കൊരു ചിന്തയുണ്ട്. പ്രവാസി എന്ന് പറഞ്ഞ് മക്കളെയും ഭാര്യയെയും അപ്പനെയും അമ്മയും എല്ലാം കളഞ്ഞ് പോയി 47 ഡിഗ്രി 50 ഡിഗ്രി, ഞാനായാലും യൂസഫ് അലി ആണേലും രക്തം വെള്ളമാക്കി കഷ്ടപ്പെട്ട്, അവിടെ അറിയാമല്ലോ, അവിടെ ആരെയും കളിപ്പിക്കാൻ പറ്റില്ല, കളിപ്പിച്ച ജയിലിലാണെന്ന് അറിയാമല്ലോ. കഷ്ടപ്പെട്ട് ആ ചൂടിൽ നിന്ന് പൈസ ഉണ്ടാക്കി ഇവിടെ വരുമ്പം ഇവിടുത്തെ പൊതുപ്രവർത്തകർക്കും ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും ഒരു ചിന്തയുണ്ട്. എടാ, നീ കാശുണ്ടാക്കിക്കൊണ്ട് വന്ന് ഞങ്ങളുടെ തന്നാൽ മതി, ഞങ്ങൾ ചെയ്തോളാം പൊതുപ്രവർത്തനം, ഞങ്ങൾ ചെയ്തോളാം ചാരിറ്റി. നീ ഹോട്ടൽ തുടങ്ങിയ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഒന്നീ ഹോട്ടൽ റിസോർട്ട് മാഫിയ, അല്ലെ പറഞ്ഞുകൊണ്ട് ബാർ മുതലാളി, സ്ഥലം മേടിച്ച ഭൂമാഫിയ, പ്രവാസികൾക്കുള്ള പേരായത് ഭൂമാഫിയ. പിന്നെ നീ പൊതുപ്രവർത്തനോ ജനപ്രതിനിധി ആവാനോ ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ ശരിയാക്കി തരും, തീർത്തു തരും. ഇതൊരു രീതിയുണ്ട്. കാരണം ഒരു കാര്യം ഉണ്ട് എനിക്ക് പറയാം, ആരിവിടെ രക്ഷപ്പെട്ട് ഈ നാട്ടിൽ നിന്ന് എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ അവർ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചിട്ട് സമ്പാദിച്ചവരാ. യൂസഫ് അലിയുടെ ചരിത്രം കേട്ടിട്ടുണ്ടെങ്കിൽ ചരിത്രം അറിയാം. അതാണ് എല്ലാ പ്രവാസിയും. പക്ഷെ ഇങ്ങനൊരു രീതി നമ്മുടെ കേരളത്തിലുണ്ട്. നീ കാശുണ്ടാക്കേണ്ടി വന്നിട്ട് ഞങ്ങൾക്ക് തന്നോണം, ഞങ്ങൾ നടത്താം. 10-20 വർഷം നമ്മൾ ചെയ്തതാണ്. നമ്മൾ 10-20 വർഷം നമ്മളല്ല, നമ്മളൊക്കെ വരുന്നവർക്ക് നമ്മൾ കൊടുത്തോണ്ടേയിരുന്നു. കാരണം അത് ഒരു 20-25 ലക്ഷം രൂപ ഒരു വർഷം നമ്മൾ നേരിട്ട് ചെയ്യാൻ ഇറങ്ങുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നമ്മൾ നേരിട്ട് ചെയ്താൽ അവൻ ഈ പറഞ്ഞുകൊണ്ടാണ് ബാർ മുതലാളിയായിട്ട് മാറും, റിസോർട്ട് മുതലാളിയായിട്ട് മാറും, ഭൂമാഫിയായിട്ട് മാറും. അത് പ്രവാസിക്ക് ഉള്ളതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെയൊക്കെ ആരെ കളിപ്പിച്ച് കാശുണ്ടാക്കിയിട്ട് ഒരു കുഴപ്പമില്ല, അവർ നല്ലവരാ. മനസ്സിലായി. അതല്ലേ ഇവിടെ ഒരു രീതി നടക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ തോമസ് ചാണ്ടി ആണെങ്കിലും തോമസ് ചാണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ച വ്യക്തിയാണ്. ഇത് ഒന്നും ചെയ്തിട്ടില്ല, ശരിയാണ്. പക്ഷെ എല്ലാവരും അതുകൂട്ടാണ്. ഞാൻ ഇറങ്ങി സിമെന്റിനകത്തിലും മണ്ണിലും നിന്ന് പഠിച്ചു വന്നവനാണ്. എനിക്കെവിടെയും ജീവിതത്തിൽ പോയി നിൽക്കുന്നതിന് യാതൊരു ഭയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നേരിട്ട് വിളിച്ചതും വരാൻ പറഞ്ഞു. റയീസ് റിയാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഏറ്റവും അടുത്തറിയാനായിട്ട് സാധിച്ചു. ഒരുപാട് ഐഡിയ ഉള്ള, കുട്ടനാടിനെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ള, പുതിയ കുട്ടനാടിനെ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന, ആലപ്പുഴ ജില്ലയെ കുറിച്ച് തന്നെ ഒരുപാട് വലിയ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് റയീസ് റിയാൻ എന്ന് പറയുന്നത്. റയീസ് റിയാന് എല്ലാവിധ ആശംസകളും എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കും എന്ന് അറിയിക്കട്ടെ. ഈ അവസരത്തിൽ ഇത്രയും വിലയേറിയ സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. സന്തോഷം.